റൈറ്റ് വിങ് ശക്തിപ്പെടുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭേദമാണ് ലെഫ്റ്റ് എന്ന് പറയുന്ന ലെഫ്റ്റിന്റെ വിജയമല്ല. റിയൽ സ്ട്രോങ് ലെഫ്റ്റ് ആണ് ആവശ്യം. അതാണ് പരിഹാരം. ഭാരതത്തിൽ വലിയ ഡിസ്പാരിറ്റി ഉണ്ട് ഇപ്പോഴും. ഇപ്പൊ ലെഫ്റ്റിന് പ്രസക്തി ഇന്ത്യയിലുണ്ട്. എവിടെയെല്ലാം ഈ അസന്തുലിതാവസ്ഥയുണ്ട് അവിടെയൊക്കെ റിയൽ ലെഫ്റ്റ് ഉണ്ട്. അപ്പൊ ആ ലെഫ്റ്റ് കമ്പാരിറ്റീവ്ലി റൈറ്റ് വിങ് ടെൻഡൻസീസ് കുറവാണ്. കമ്പാരിറ്റീവ്ലി നല്ലതാണ്. കമ്പാരിറ്റീവ്ലി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ കറപ്ഷൻ ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റിന്റെ ലോക ചരിത്രം നോക്കിയാൽ അവിടെ എല്ലാ ആൾദൈവങ്ങൾ വന്നതിന് ശേഷമാണ് തകർച്ച വന്നിട്ടുള്ളത്. വമ്പൻ പൈസ മുടക്കിയിട്ട് തന്നെ ഈ പ്രൊപ്പഗൻഡ സിനിമകൾ വരുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്നവർ പോലും അവരുടെ നേരെ ഒരു സാധനം വരുമ്പോൾ സ്വാതന്ത്ര്യം ഇല്ല അവർ എന്നുള്ള അവസ്ഥയുണ്ട്. അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള സിനിമകളാണ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിനിമകളാണെങ്കിൽ അവർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈ റൈറ്റ് വിങ് ടെൻഡൻസി തന്നെയാണ് അവരും കാണിക്കുന്നത്. അപ്പൊ എവിടെയാണ് ഈ സ്വാതന്ത്ര്യം? അടവ് നയം എന്ന് നമ്മൾ വിളിക്കാറുള്ള ഒരു അടവ് നയത്തിന് പരിധികളുള്ള തത്വമാണ് കമ്മ്യൂണിസ്റ്റ്. ഇവിടെ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ല. ലെഫ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ പോലും അവർ റൈറ്റ് വിങ്ങേഴ്സ് ആണ് ശരിക്കും. കാൽപ്പനികമായാണോ ഇപ്പോഴും കമ്മ്യൂണിസത്തെ നോക്കിക്കാണുന്നത്? ഈ ബാക്കിയുള്ള ഫോഴ്സസുമായിട്ട് കമ്പയർ ചെയ്താൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അതുപോലെ അവർ ചെയ്യുന്നതല്ലേ നമ്മളും ചെയ്യുന്നുള്ളൂ എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ചോദിക്കുന്ന കാലമാണിപ്പോൾ. ഒരു കാലത്ത് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ചോദിച്ചാൽ അതുകൊണ്ട് തന്നെ അയാൾ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറയും. ഞാൻ ചെയ്ത സിനിമ എന്താണെന്ന് എനിക്കറിയാം, അത് നന്നായിട്ട് മനസ്സിലായിട്ടുള്ളവർക്കും അറിയാം. ലൂസിഫർ എന്റെ മനസ്സിൽ പണ്ടേ ജനിച്ച ഒരു ഐഡിയയും അതിന്റെ സ്ക്രീൻ ഫ്ലോയും ഉള്ള ഒരു സിനിമയാണ്. എമ്പുരാൻ ചെയ്യുന്ന സമയത്തും ആ തരത്തിൽ നമുക്ക് പണിയെടുക്കേണ്ടി വരില്ലേ? ഫുൾ ഹൗസ് ആ സിനിമ തിയേറ്ററിൽ കാണണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് എല്ലാ സിനിമകളും. പക്ഷേ നമ്മളൊരു എക്സ്പെക്ടേഷനെ മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു എഴുത്ത് സാധ്യമല്ല. ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടാണ് എംപുരാൻ. മാക്സിമം എന്റർടൈനിങ് ആയിട്ട് എഴുതാനാണ് എന്റെ ആദ്യത്തെ സിനിമ പോലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കോണ്ടന്റിനെ കോംപ്രമൈസ് ചെയ്തിട്ട് ഒരു എന്റർടൈൻമെന്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ വിജയിക്കില്ല എന്നുള്ള റിസ്ക് ഉണ്ട്. RSSനെ ഒരു നന്മയുടെ രൂപമായിട്ട് പ്രതിഷ്ഠിക്കുന്ന സമയത്ത് നന്മയുടെ രൂപമായിട്ടൊന്നും ഒരിക്കലും കാണിച്ചിട്ടില്ല. മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു RSS ശാഖ സിനിമയിൽ കാണിക്കുന്നത്. താങ്കൾ ഒരു RSS കാരനായതുകൊണ്ടാണ് അത് കാണിച്ചത്. അങ്ങനെ പറയുന്നവരോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. റെസ്ട്രിക്ഷൻ വല്ലതും ഉണ്ടോ? പറയാൻ പറ്റുന്നിടത്തോളം കാലം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിനപ്പുറത്ത് വരുന്ന എന്താണെന്ന് നമുക്ക് അറിയില്ല എന്ന് മാത്രമേ കരുതാൻ പറ്റും. ഇന്ത്യയിൽ ലോകമെമ്പാടും ഈ പ്രതിഭാസം ഉണ്ട്. എങ്ങനെയാണ് അച്ഛനെ നോക്കിക്കാണുന്നത്? ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ആക്ടർ ആരെന്ന് ചോദിച്ചാൽ അച്ഛന്റെ പേര് താരാധിപന്മാർ നിന്നെ എംപുരാനേ. റൈറ്റർ ആക്ടർ മുരളി ഗോപിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം. റൈറ്റർ ആക്ടർ മാത്രമല്ല, ലിറിസിസ്റ്റാണ്, മ്യൂസിക് കമ്പോസറാണ്, എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നല്ലൊരു അഭിനേതാവായിട്ടും അധികം അഭിനയിക്കാത്തത് റൈറ്റിങ്ങിന് സമയം കൂടുതൽ വേണ്ടി വരുന്നതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കനകരാജൻ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? അതിനിടയിലും കനകരാജും സാഗർ എന്നോടൊന്ന് പറയുമ്പോൾ ആ തോട്ടിലുള്ള ഒരു ചെറിയ തോട്ട് എന്നുള്ളൊരു സിനിമയാണ്. ഇതിന്റെ ഒരു സത്യസന്ധത എനിക്ക് ഭയങ്കരമായിട്ട് അപ്പീൽ ചെയ്തു. പിന്നെ ഇതിലെ വേണു എന്ന് പറയുന്ന ക്യാരക്ടർ, ഇന്ദ്രസേട്ടനും ഞാനുമാണ് ഇതിലെ പ്രധാന ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പൊ വേണു എന്ന് പറയുന്ന ക്യാരക്ടറിൽ ഞാൻ ഈ വൾണറബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചർ, അത് ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഇപ്പൊ കന്യക ടോക്കീസിലും ഒരു പരിധിവരെ ആമിയിലും അങ്ങനെ 2-3 സിനിമകളിലേ വന്നിട്ടുള്ളൂ. ഇതൊരു ഭയങ്കര പ്രാരാബ്ദം കൊണ്ട് നടുകുനിഞ്ഞു പോയ ഒരു മനുഷ്യന്റെ കഥയാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് തോന്നി. അങ്ങനെയാണ് അത് ചെയ്യാൻ വിചാരിച്ചത്. കോ ആക്ടറായിട്ട് ഇന്ദ്രൻ സേട്ടൻ വരുന്നുണ്ട്, ജോളി ചിറയത്ത് നല്ല വേഷം ചെയ്യുന്നു മനസ്സിലാക്കുന്നുണ്ട്, രാജേഷ് ശർമ്മയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു നിലവാരത്തിലുള്ള കഥ പറച്ചിൽ രീതിയാണോ, എങ്ങനെയാണ്, ഏത് ജോണറിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഇതൊരു ഫാമിലി ഡ്രാമ എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു ചിന്താബീജത്തിൽ നിന്നുണ്ടായിട്ടുള്ളൊരു സിനിമയാണ്. എന്നിരുന്നാലും ഭയങ്കര ലൈഫ്, ഒരു സ്ലൈസ് ഓഫ് ലൈഫ് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഞാനത് തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ ഇന്ദ്രൻ ചേട്ടനുമായിട്ട് ഞാൻ ഇതുവരെ ഒരു 29-30 ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ 6 സിനിമകളിൽ ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോസ്റ്റാറുമാണ് ഇന്ദ്രൻ ചേട്ടന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നടനാണ്. അതെ. KR മനോജിന്റെ കന്യക ടാക്കീസിൽ അഭിനയിച്ച അച്ഛൻ കഥാപാത്രം, അത് ഭയങ്കര ഉള്ള കഥാപാത്രം, ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ലേയേഴ്സ് ഫിക്സ് ചെയ്യാൻ കഴിയുന്ന, എന്നാൽ പ്രസന്റ്ലി നമുക്ക് ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അതിന്റെ മേക്കിംഗ് ഒക്കെ അന്ന് കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചതാണ്. അതിന്റെ സൗണ്ടിങ്ങും ഒക്കെ നമ്മൾ ആ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ കന്യക ടാക്കീസിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നായിട്ട് മാറുന്നത് ആ ക്യാരക്ടറിന്റെ എന്ത് സ്വഭാവം കൊണ്ടാണെന്നാണ്? അല്ല, അതിനകത്ത് ഒരു ഇന്നർ ലേയേഴ്സ് ഒരുപാടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. ഈ ലോഹ ഇടുന്നത് പോലെ തന്നെ ഒരു കവറപ്പ് ആ ക്യാരക്ടറിനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖവും അദ്ദേഹത്തിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇന്നസെൻസും കാരണം മുഖം മാത്രമാണ് ശാന്തതയില്ലാത്ത ഒരു ആ രൂപത്തിൽ. മുഖമാണ് അദ്ദേഹത്തിന്റെ മൊത്തം ശാന്തതയും അകത്തുള്ള ഈ ടർമോയിൽസും ഒക്കെ കാണുന്നത് മുഖം മാത്രമാണ്. ബാക്കിയെല്ലാം എന്താ പറയുക, ട്രാങ്കുലിറ്റിയുടെ ഒരിതാണ്. ചേർച്ചിന്റെ പ്രസൻസ്, കൊയറിന്റെ മ്യൂസിക്, തിരുവചനങ്ങളുടെ ആംബിയൻസ്, അതിന്റെ ഇടയിൽ ഈ മുഖം മാത്രം, അകത്തുള്ള ഈ ആന്തരിക വിക്ഷോഭങ്ങൾ കാരണം മുഖം മാത്രം ഇങ്ങനെ
ടെൻഷൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു പോയിന്റാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഈ മതം കൊണ്ട് ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ മറച്ചു വെക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ അത് മറച്ചു പിടിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് ഈ മറച്ചു പിടിക്കൽ. ആ അച്ഛൻ ഒരുപാട് തരത്തിൽ അത്തരത്തിൽ പെട്ടുപോകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഉണ്ട്. ഒരുപാട് തരത്തിൽ അദ്ദേഹം ആ വിക്ഷോഭങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഈ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നുണ്ട് ഉള്ളിൽ. മനുഷ്യൻ എന്നുള്ള നിലയിലും മാംസത്തിന്റെ വിളിയും ആത്മാവിന്റെ വിളിയും തമ്മിലുള്ള ഒരു പോരാട്ടം, അതിനൊരു യുദ്ധക്കളമായി മാറുകയാണ് അദ്ദേഹത്തിന്റെ ശരീരം, അദ്ദേഹത്തിന്റെ മനസ്സ്. അപ്പൊ ആ യുദ്ധക്കളത്തിനെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു പാവ മനുഷ്യൻ, ഒരു പാവ അച്ഛൻ എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു തോട്ടാണ്. അത് ആ ഒരു നിഷ്കളങ്കത നമുക്ക് പലപ്പോഴും മനസ്സിലായി ആ സിനിമ കാണുന്ന സമയത്ത്. നല്ലതായിരുന്നു. ഈ കാറ്റിൽ ചെല്ലപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ്. അതെ, അയാളുടെ ഒരു വന്യതയുണ്ട്. ഒരുപക്ഷെ എനിക്ക് താഴ്വാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴ്വാരത്തിലെ ആ വില്ലൻ ക്യാരക്ടറായിട്ട് അവതരിപ്പിക്കുന്ന ആ മനുഷ്യൻ നമ്മുടെ മനസ്സിലാക്കിയ ഒരു തരം ഒരു എന്താ പറയുക, പ്രകൃതിയോടൊക്കെ മല്ലിടുന്ന മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ കൊടുക്കാൻ പറ്റുന്ന, അതേപോലെയാണ് ചെല്ലപ്പൻ്റെ ചില മാനറിസംസ് ഉണ്ട്. ചെല്ലപ്പൻ ആ വരണ്ട ലാൻഡിലൂടെ നടക്കുമ്പോൾ എനിക്ക് പത്മരാജൻ ഭരതൻ സിനിമകളുടെ ആവർത്തനമായിരുന്നു ശരിക്കും. അതെ, അനന്തപത്മനാഭനാണല്ലോ അത് ചെയ്തത്. ആ കഥാപാത്രമില്ലേ, ആ കഥാപാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷിക്കപ്പെടേണ്ടതായിരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ അത്തരത്തിലുള്ള കുറേ കഥാപാത്രങ്ങളെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ എന്തുകൊണ്ടോ അത്തരത്തിൽ ആഘോഷിക്കപ്പെട്ടില്ല. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ആ കാറ്റും വരണ്ട ദേശവും ആ മനുഷ്യൻ നടപ്പും പുറകെയുള്ള മറ്റേ ആളുടെ ആസിഫ് അലിയുടെ ക്യാരക്ടർ നടപ്പും ഒക്കെ ഉണ്ട്. ആ പടം കുറച്ചുകൂടെ നന്നായി വരുമെന്നല്ലേ മനസ്സിൽ വിചാരിച്ചിരുന്നത്? അതെ, ഓഫ് കോഴ്സ്. പക്ഷെ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ വിധിയുണ്ട്. അതിനൊരു കമ്മിറ്റഡ് ഫോളോയിങ് ഇപ്പോൾ ഉണ്ട്. കുറെ പേർക്ക് അത് ഇഷ്ടമാണ്. അവര് എപ്പോഴും കോൺസ്റ്റന്റ്ലി അതിനെക്കുറിച്ച് റിപ്പീറ്റഡ് വ്യൂയിങ് കഴിഞ്ഞ് മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്. അത് ചില സിനിമകളുടെ വിധിയാണ്, നമ്മളത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വെൽ മെയ്ഡ് ഫിലിമുമായിരുന്നു. ഭരത് ഗോപി സാറിൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്ന് പറയുന്ന സിനിമയിൽ ഏകാഗിയാം നിന്റെ സ്വപ്നങ്ങൾക്കൊക്കെയും ആ പാട്ടിനകത്ത് 4 വരികൾ വളരെ ശ്രദ്ധേയമായ വരികളാണ്. വന്നണയാത്ത വസന്തം കന്നിമണ്ണിൻ്റെ പാഴ്ക്കിനാവല്ലേ. പിന്നെ അവസാനം ONV സാർ ഒരു വരിയും കൂടെ പറയുന്നുണ്ട്, ആ വാഗ്ദത്ത ഭൂമി നമ്മൾ കാണുന്ന വെറും പാഴ്ക്കിനാവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള ചില നമ്മുടെ കാൽപ്പനികമായ ബോധത്തിൻ്റെ പിൽക്കാലഘട്ടത്തിലെ ഒരു തിരിച്ചറിവാണ്. ONV സാറിൻ്റെയും ഒക്കെ ജീവിതത്തെയൊക്കെ ആ തരത്തിലുള്ള കവിതയിലൊക്കെ പരിവർത്തനം കാണാം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനകത്ത് നമ്മൾ കമ്മ്യൂണിസത്തെ കാൽപ്പനികമായി കണ്ടതുകൊണ്ടാണ് അത്തരത്തിൽ വിമർശിച്ചത്. മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തിരുന്നെങ്കിൽ ഇത്ര ബോറല്ല, വിമർശിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ അർത്ഥത്തിൽ സംസാരിച്ചിരുന്നു. അതിന് ഒരുപാട് വിമർശനങ്ങൾ പലതരത്തിൽ മാനങ്ങൾ ഉണ്ടാക്കിയതാണ്. ഈ കാൽപ്പനികമായാണോ ഇപ്പോഴും കമ്മ്യൂണിസത്തെ നോക്കിക്കാണുന്നത്? തത്വചിന്തകളാണ് കാലക്രമേണ മതങ്ങളായി മാറുന്നത്. മതാധിഷ്ഠിതമായിട്ടുള്ള മേലാചാര്യന്മാരും പിന്നെ അതിന് ഭക്തന്മാരും ഒക്കെ ഉണ്ടായി അത് വേറൊരു റൂട്ടിലോട്ടൊക്കെ പോകും. അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള തത്വചിന്ത, ഇതിന്റെ ബേസിക് ഫിലോസഫി അവിടെ തന്നെ ഇരിക്കും. ഇത് മതങ്ങൾക്കുണ്ടായതുപോലെ തന്നെ ഒരു നിയോ റിലിജിയൻ തന്നെയാണ് കമ്മ്യൂണിസവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ റിലിജിയൻ ഉണ്ടായ എന്ത് ചുതിയാണോ ആ ചുതി കമ്മ്യൂണിസ്റ്റിനുണ്ടായി, പ്രാക്ടീസിങ്. അപ്പൊ ഈ പ്രാക്ടീസിലുള്ള കമ്മ്യൂണിസ്റ്റിനെ തത്വചിന്തയുടെ നിലയിൽ നിന്നുകൊണ്ട് തുലനം ചെയ്ത് നോക്കുന്ന ഒരു സിനിമയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അതായത് താത്വികമായ അംശം എവിടെയെല്ലാം കൈമോശം വന്നു, എവിടെയൊക്കെ പ്രായോഗികത വലിയ തെറ്റുകൾക്ക് കളം വച്ചു എന്നൊക്കെ സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ ബാക്കിയുള്ള ഫോഴ്സസുമായിട്ട് കമ്പയർ ചെയ്താൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അതുപോലെ അവർ ചെയ്യുന്നതല്ലേ നമ്മളും ചെയ്യുന്നുള്ളൂ എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ചോദിക്കുന്ന കാലമാണിപ്പോ. ഒരു കാലത്ത് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ചോദിച്ചാൽ അതുകൊണ്ട് തന്നെ അയാൾ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറയും. ഇപ്പൊ അത് ചോദിക്കുന്നു, അയാൾ കമ്മ്യൂണിസ്റ്റ് ആയി തുടരുന്നു എന്ന് പറയുന്നിടത്താണ് ആ ചുതിയെ ഡിസ്കസ് ചെയ്യുന്ന സിനിമയാണ് ലെഫ്റ്റ് റൈറ്റ്. പക്ഷേ ഇപ്പോൾ കൈതേരി സഹദേവൻ ഒരു ബിംബമാണ്. ഇപ്പോൾ ഈ അവിടെ ഒരു ബിംബവും കൂടെ ഉണ്ടായെന്ന് പറയുന്ന ഒരു ഡ്രോബാക്കാണ്. കമ്മ്യൂണിസത്തിൻ്റെ ഡ്രോബാക്കിനെ നമുക്ക് മനസ്സിലാക്കാം. വ്യക്തി ആരാധന അതിനകത്തില്ല. പക്ഷേ ഇപ്പുറത്ത് ബിംബങ്ങൾ ഉണ്ടാക്കിയാണ് മുന്നേറുന്നത് എന്നുള്ളത് ഇന്ത്യൻ സാഹചര്യമാണ്. ബിംബങ്ങൾ കൗണ്ടർ ഐഡൽസിനെ ക്രിയേറ്റ് ചെയ്തിട്ടല്ല ബിംബം ഉടക്കേണ്ടത്. കമ്മ്യൂണിസം എന്ന് ഒരു ആൾദൈവത്തിന്റെ കീഴിലാവുമോ അത് കമ്മ്യൂണിസം തകർച്ച തുടങ്ങുന്നതാണ്. കമ്മ്യൂണിസത്തിന്റെ ലോക ചരിത്രം നോക്കിയാൽ അവിടെ എല്ലാ ആൾദൈവങ്ങൾ വന്നതിന് ശേഷമാണ് തകർച്ച വന്നിട്ടുള്ളത്. ഇപ്പോ വിഗ്രഹാരാധന എന്ന് പറയുന്നത് തത്വത്തിൽ എതിർക്കുകയും വിഗ്രഹാരാധന സബ് കോൺഷ്യസ് ആയിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എല്ലാവരും വിഗ്രഹാരാധകരായി മാറും.
അല്ല, അത് ഇലക്ട്രോണിയൽ പൊളിറ്റിക്സിന്റെ ഒരു അടവ് നയം എന്ന് നമ്മൾ വിളിക്കാറുള്ള ഒരു അടവ് നയത്തിന് പരിധികളുള്ള ഒരു തത്വമാണ് കമ്മ്യൂണിസം. അതിന് നല്ലതായിട്ടുള്ള ഒരു ചാർട്ടിംഗ് ഉണ്ട്. അടവ് നയങ്ങളുടെ പോക്കിനൊരു വഴിയുണ്ട്. പിന്നെ നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ സത്യത്തിൽ ലെഫ്റ്റ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ല. അതെല്ലാം മെയിൻ സ്ട്രീമിന് പുറത്തുണ്ട്. മെയിൻ സ്ട്രീമിലുള്ളത് ഒരു ലൂസ്ലി സോഷ്യലിസ്റ്റിക് ലൂസ്ലി എന്ന് വേണമെങ്കിൽ പറയാവുന്നേ ഉള്ളൂ. കാരണം നമ്മളൊരു ഇലക്ട്രൽ പൊളിറ്റിക്സ് അല്ലേ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ബേസിക്കലി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ അതല്ലല്ലോ, അസർപ്പിംഗ് അല്ലേ പറയുന്നത്. അല്ല, അത് ഇന്ത്യൻ കമ്മ്യൂണിസത്തിലെ ഇന്ത്യൻ ഡെമോക്രസിയിലെ കോണ്ടെക്സ്ച്വലി മാറ്റി എന്ന് പറയുമ്പോഴും മെയിൻ സ്ട്രീം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ്, അവർ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയാണ്. അല്ല, അടവ് നയങ്ങൾ സ്വീകരിക്കാം എന്നുള്ളതാണ്. അടവ് നയങ്ങൾ സ്വീകരിക്കാം എന്ന് പറയുന്നത് മറ്റത് ഒരുപാട് സാധനങ്ങൾ മാറ്റി വെച്ചിട്ടാണ്. വട്ടി ജയൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരുപക്ഷെ മനസ്സിൽ കൊണ്ട ഒരു ക്യാരക്ടറാണ് ഈ വട്ടി ജയൻ്റേത്. നമ്മുടെ മനസ്സിനകത്ത് ചില ക്യാരക്ടേഴ്സ് ഇതുപോലെ നമ്മുടെ ഉള്ളിൽ വേറെ എവിടെന്നെങ്കിലുമൊക്കെ റെഫറൻസ് ഉണ്ടാവും. എന്ത് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു വട്ടി ജയൻ എന്ന് പറയുന്ന കഥാപാത്രം. അതായത് നമ്മൾ കാണുന്ന ആൾക്കാരിൽ ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. അതായത് സ്വന്തമായി കേൾക്കുന്നതാണ്, ഒരു കേട്ടത് വിശ്വസിക്കുന്ന ആളാണ്. വേറെ രാഷ്ട്രീയമായിട്ട് യാതൊരു ധാരണയോ രാഷ്ട്രീയമായ ചരിത്രബോധമോ ഒന്നുമില്ല. വ്യക്തിപരമായി മാത്രം കാര്യങ്ങളെ കാണുന്ന ഒരു അരാഷ്ട്രീയമായ ശക്തിയാണ് വക്കീൽ. അതുകൊണ്ട് തന്നെ അതിൽ ഭ്രാന്തിന്റെ അംശവും ഉണ്ട്. അതാണ് വട്ട് ജയൻ എന്നുള്ളത്. അപ്പോ എതിർപ്പ് എവിടെ നിന്നായിരിക്കും വരുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്നായിരിക്കില്ല വരുന്നത്. അതേസമയം നമ്മൾ രാഷ്ട്രീയമായ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി തെറ്റായി മൂവ് ചെയ്യുമ്പോൾ നമുക്കുള്ള എതിർപ്പ് വരുന്നത് ചിലപ്പോൾ അരാഷ്ട്രീയമായ ക്വാർട്ടേഴ്സിൽ നിന്നായിരിക്കും എന്നുള്ള ഒരു പോയിന്റാണ്. വട്ടുജയൻ പല അവസരങ്ങളും അതിൽ കാണിക്കുന്നുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി ആക്ട് ചെയ്യുന്ന ഒരുത്തനാണ്. ആദ്യം മുതൽ കരിയറിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും പിന്നെ അവസാനത്തെ ആക്ടിലാണെങ്കിലും കേട്ട പാതി കേൾക്കാത്ത പാതി ഇറങ്ങുന്ന ഭ്രാന്തിന്റെ ഒരു ആളാണ്. അപ്പൊ അതിനെ ഐഡിയോളജിക്കലി അതിനെക്കുറിച്ച് റോയ് സംസാരിക്കുന്ന ഒരു മൊമെന്റും ഉണ്ട്. ഇനി വരാൻ പോകുന്നത് ഭ്രാന്തന്മാർ നയിക്കുന്ന വിപ്ലവമായിരിക്കും. നമ്മളിത് ഇപ്പൊ ചെയ്ത് സമാധാനവാദികളുടെ ഒരു വിപ്ലവം ആദ്യം ഉണ്ടാവും. അത് കേട്ടില്ലെന്നും കണ്ടില്ലെന്നും നടിച്ചാൽ പിന്നെ വരുന്നത് ഭ്രാന്തന്മാർ നയിക്കുന്ന വിപ്ലവമായിരിക്കും. ഭ്രാന്തന്മാർക്ക് ഐഡിയോളജി ഇല്ല. ഭ്രാന്തന്മാർ അരാഷ്ട്രീയത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ മാഡ്നസിന്റെ ഒരു വിപ്ലവം വരാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ്? ഐഡിയോളജീസ് ഫെയിൽ ചെയ്യുമ്പോഴാണ്. ഭ്രാന്ത ഐഡിയോളജി ആയി മാറും. ഭ്രാന്ത് ഒരു കൗണ്ടർ ഐഡിയോളജി ആയിട്ട് മാറും. ആ കൗണ്ടർ ഐഡിയോളജിയുടെ ഒരു പ്രതിനിധാനം ചെയ്യുന്നൊരു ക്യാരക്ടറാണ് പട്ടിക. ഈ ലെഫ്റ്റിനെ വിമർശിക്കുമ്പോൾ ഇത് കേൾക്കുന്നവർ പലരും റൈറ്റ് ടു വിങ് ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ലെഫ്റ്റിനെ വിമർശിച്ച് റൈറ്റിലേക്ക് പോയവർ വരെയുണ്ട്. വ്യൂവർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ റൈറ്റിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു സ്പേസും കൂടെയാണ് ആ അർത്ഥത്തിൽ. പക്ഷേ ലെഫ്റ്റ് വിമർശനം പലപ്പോഴും ഉൾക്കൊള്ളാത്ത രീതിയിലേക്ക് ഒരു സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് വിമർശിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. ബുദ്ധിപരമായി ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. മുരളിഗോപിക്ക് സംഭവിച്ചതിൽ ലെഫ്റ്റിനെ വിമർശിച്ച് റൈറ്റ് വിങ്ങിൻ്റെ ഭാഗമാണെന്ന് ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ആ സമയത്ത് അതെങ്ങനെയാണ് നേരിടുക? ഞാനതിനെ നേരിടില്ല. അത് കാലം പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ റൈറ്റ് വിങ്ങിന്റെ ഈ തമിഴിൽ പറയുന്ന ഉദവി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് കാലത്തിന് പരിശോധിക്കാവുന്നതാണ്. എന്റെ പിന്നുള്ള സിനിമകളും പരിശോധിക്കാവുന്നതാണ്. അത് ഞാൻ നേരിടില്ല. എനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളെ ഞാൻ അങ്ങനെ അതിനെ നേരിട്ടിട്ട് ഞാൻ അങ്ങനെ അല്ല ഇങ്ങനെ അല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് കാലമാണ് തെളിയിക്കേണ്ടത്. അതൊരു കലാകാരന്റെയും ഉത്തരവാദിത്വമാണ്. ഞാൻ ചെയ്ത സിനിമ എന്താണെന്ന് എനിക്കറിയാം. അത് നന്നായിട്ട് മനസ്സിലായിട്ടുള്ളവർക്കും അറിയാം. അവര് മാത്രമാണ് ഞാനതിൽ സംവദിക്കാൻ ആഗ്രഹിക്കുന്ന അവരുമായിട്ട് മാത്രം. ഈ 1/2 പ്രേമത്തിൻ്റെയും കാമുകനായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അത്തരത്തിലുള്ളൊരു കാമുകനെ മുമ്പ് ഇടയ്ക്ക് സമാന്തര സിനിമകളിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും സോ കോൾഡ് സിനിമകളിൽ വന്നിട്ടില്ല. ഇന്നിപ്പോൾ മുഖ്യധാര സിനിമയുടെ ഭാഗം തന്നെയായ ഒരു സിനിമയിൽ അങ്ങനെ ഒരു ആക്ടറെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ത്രില്ലുണ്ടായിരുന്നു. പക്ഷേ മുരളിഗോപി എഴുത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നഷ്ടപ്പെടുന്നുണ്ട്. അത് എഴുത്തിന്റെ ഞാൻ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ മൾട്ടി ടാസ്കിങ് പോസിബിൾ അല്ല എന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുന്നത് അത് പോസിബിൾ ആണെന്നും. കാരണം അഭിനയിക്കാനുള്ള എനിക്ക് അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ
അത് കുറെ അത് അധികം സെലക്റ്റീവ് ആയാൽ കിട്ടുന്നില്ല എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ നറേഷൻസ് കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഗ്യാപ്സ് സ്വാഭാവികമായിട്ട് വരും. എഴുത്തിന്റെ ഒരു ബേസിക് ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് എന്തു വന്നാലും ഒരു ഗ്യാപ്സ് വരും. പക്ഷെ ആ ഗ്യാപ്സിന്റെ എന്താ പറയുക, ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ നോക്കുന്നത്. നറേഷൻസ് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും 2004 ഡെബ്യൂ ചെയ്തിട്ട് ഞാൻ ഇതുവരെ 30 ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 30. ഞാൻ കേട്ടിട്ടുള്ള നറേഷൻസ് മുഴുവൻ ചെയ്തതെങ്കിൽ ഇപ്പൊ 100 സിനിമ കഴിയേണ്ട സമയമാണ്. പക്ഷെ അത് ചെയ്യാത്തതിന് കാരണം ഇതാണ്. ത്രില്ലി എന്നൊരു ക്യാരക്ടർ വരണം എന്നുള്ളത് എനിക്ക് അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള എന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഇതിൽ ഗുഡൊന്നും ബാഡൊന്നും ഇല്ല. നമ്മള് ബാഡും ഉണ്ട്, ഗുഡും ഉണ്ട്, ഗ്രേ ഷെയ്ഡ്സും ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഒരു പ്രകാശനം ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ നോക്കാറ്. അത്രയ്ക്ക് ഹൈപ്പർ സെലക്റ്റീവ് ആവാൻ ഇനി ഞാൻ താല്പര്യപ്പെടുന്നില്ല സർ. ഞാൻ ഇന്റർവ്യൂവിന് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സുഹൃത്തു കൂടിയായ രാധിക എന്ന് പറയുന്ന സിംഗർ മുരളി ഗോപിയാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ സെൻറ്റൻസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കാച്ചി ആയിട്ട് തോന്നി. അയാൾ ചുമ്മാ വന്ന് നിന്നാൽ മതി, ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും ക്യാരക്ടർ എന്നുള്ളത്. അത് ഭയങ്കര കോംപ്ലിമെൻ്റ് ആയിട്ട് തോന്നി. സന്തോഷം. അപ്പോൾ അഭിനയത്തിലേക്ക് കൂടുതൽ അഭിനയിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതുണ്ടാവട്ടെ. ഈ ലൂസിഫർ ഭയങ്കര ഹിറ്റാണ്. അതൊരു ഹിറ്റ് സമവാക്യങ്ങളുടെ ഭാഗമാണ്. ഈ പറഞ്ഞ സിനിമകളുടെ ഭാഗം പോലെ അല്ല ലൂസിഫർ. ഈ ലൂസിഫർ തയ്യാറാക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ അത് ക്രാഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. തിയേറ്ററിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മാസ് ഓഡിയൻസിന് സ്വീകരിക്കണം, നമ്മുടെ സിനിമ എല്ലാവരും കാണണമെന്ന് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ തീരുമാനിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോവുക. ഇത് സ്വാഭാവികമായ റൈറ്റിംഗ് ആണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. റൈറ്റിംഗ് ആണതും, പക്ഷേ അതൊരു സ്വാഭാവികമായ റൈറ്റിംഗ് ആണോ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? സ്വാഭാവികമല്ലാത്ത ഒന്നും ഞാൻ എഴുതാറ്. എനിക്ക് സ്വാഭാവികമായിട്ട് വരുന്നത് ഞാൻ എഴുതാറ്. അതൊരു കമേഴ്ഷ്യൽ സിനിമയാണ്, അതൊരു മെയിൻ സ്ട്രീം ഇതിൽ പിച്ച് ചെയ്യുന്ന സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് അസ്വാഭാവികമായ ഒന്നും ഞാൻ ചെയ്യാറില്ല. ലൂസിഫർ എന്റെ മനസ്സിൽ പണ്ടേ ജനിച്ച ഒരു ഐഡിയയും അതിന്റെ സ്ക്രീൻ ഫ്ലോയും ഉള്ള ഒരു സിനിമയാണ്, സീൻ ഫ്ലോയും ഉള്ള സിനിമ. അപ്പോ എന്റെ സിനിമ ഇപ്പൊ അത് എക്സ്പെരിമെന്റൽ ആണെന്ന് കരുതുന്ന സിനിമകൾ പോലും കുറച്ച് എന്താ പറയണ്ട പ്രിക്കേരിയസ് ആണെന്ന് തോന്നുന്ന സിനിമകളും എക്സ്പെരിമെന്റൽ സ്വഭാവമുള്ള സിനിമയാണെന്ന് തോന്നിയാലും ഫുൾ ഹൗസ് ആ സിനിമ തിയേറ്ററിൽ കാണണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് എല്ലാ സിനിമകളും. അത് അതിന്റെ എക്സ്പെരിമെന്റൽ നേച്ചർ കൂടിപ്പോയത് കൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ കണക്ട് ചെയ്യാത്തത് കൊണ്ടോ അതിൽ സിനിമകൾ ഫെയിൽ ചെയ്തിട്ടുണ്ട്. ലൂസിഫർ അങ്ങനെ ഫെയിൽ ചെയ്തിട്ടില്ല, ഹിറ്റായിട്ടും. അത് ഇത് രണ്ടും ഒരേപോലത്തെ ഐഡിയയിൽ എഴുതുന്ന സിനിമകളാണ്. അല്ലാതെ ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ടൊരു ചേരുവ എന്നുള്ള നിലയിലല്ല. ഒരു സിനിമ എഴുതുമ്പോൾ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി സത്യസന്ധമായി നിറവേറ്റാൻ ശ്രമിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ എമ്പുരാൻ വരുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് മനസ്സിനകത്ത്. പക്ഷേ എമ്പുരാൻ വരുമ്പോൾ തിയേറ്ററിൽ ഇത്തരത്തിൽ പിച്ച് ചെയ്ത സിനിമയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നായിരിക്കും രണ്ടാമത്തെ സിനിമ പിച്ച് ചെയ്യേണ്ടി വരും. നമ്മൾ വിചാരിക്കുന്നതാണ്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം അതിന് കുറച്ചുകൂടെ ഇപ്പോൾ തിയേറ്ററിൻ്റെ സാധ്യതകൾ എങ്ങനെയാണെന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ബോധം ഉണ്ടാവും. അപ്പോൾ എഴുത്ത് അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? എമ്പുരാൻ ചെയ്യുന്ന സമയത്തും ആ തരത്തിൽ നമുക്ക് പണിയെടുക്കേണ്ടി വരില്ലേ? പണിയെടുക്കേണ്ടി വരും എന്തായാലും. പക്ഷേ നമ്മളൊരു എക്സ്പെക്ടേഷനെ മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു എഴുത്ത് സാധ്യമല്ല. ലൂസിഫറിന്റെ സീക്വൽ അല്ല എമ്പുരാൻ. 3 പാർട്ടുള്ള ഒരു ഫിലിം ഫ്രാഞ്ചൈസ് ആണ് എമ്പുരാൻ. ഐ മീൻ ലൂസിഫർ. ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടാണ് എമ്പുരാൻ. അല്ലാതെ സീക്വൽ ആയിട്ട് പ്ലാൻ ചെയ്യുന്നതല്ല. ഒരു സിനിമ ഹിറ്റായതിനു ശേഷം ഒരു സീക്വൽ എന്നുള്ള നിലയിലല്ല. അതിന് 3 ഭാഗങ്ങളുണ്ട്. പക്ഷെ സ്വാധീനിക്കില്ല എന്നാണ് ചോദിക്കുന്നത്. ഈ തിയേറ്റർ വിജയം നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അല്ല, തിയേറ്റർ വിജയം ഉണ്ടായി, പക്ഷെ അതിനുശേഷമുള്ളൊരു തോട്ട് അല്ലാന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഡെഫിനറ്റ്ലി അതൊരു വലിയ ഹിറ്റ് ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ റൈറ്റേഴ്സിനും പോലെ ഞാനും എഴുതുന്നത്, എല്ലാ സംവിധായകരെയും പോലെ രാജു അത് ഡയറക്ട് ചെയ്യുന്നത്, എല്ലാ നടന്മാരെ പോലെ ലാലേട്ടനും അത് അഭിനയിക്കുന്നു. പക്ഷെ അതിനപ്പുറത്ത് അതെങ്ങനെ കണക്ട് ചെയ്യും, ലൂസിഫറിനെ പോലെ കണക്ട് ചെയ്യുമോ ലൂസിഫറിനെ പോലെ കണക്ട് ചെയ്യില്ലേ, ഇതൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. നമുക്കൊന്നും പറയാൻ. അത് നമ്മുടെ മാക്സിമം ചെയ്യുക, അത് ഡിഫറെൻ്റ് ആക്കാൻ നോക്കും. എഴുത്തിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ കൂടുതൽ അറിയാൻ വേണ്ടി ചോദിക്കുക, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഈ പൾസ് അറിഞ്ഞിട്ടാണ് നമ്മൾ പൾസ് അറിഞ്ഞ് എഴുതുന്ന ടൈപ്പ് അല്ല എൻ്റെ റൈറ്റിംഗ്. എനിക്ക് തോന്നുന്നത് മാക്സിമം എന്റർടൈനിങ് ആയിട്ട് എഴുതാനാണ് എൻ്റെ ആദ്യത്തെ സിനിമ പോലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കോണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോണ്ടന്റിനെ കോംപ്രമൈസ് ചെയ്തിട്ട് ഒരു എന്റർടൈൻമെന്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ വിജയിക്കില്ല എന്നുള്ള റിസ്ക് ഉണ്ട്. പക്ഷെ എന്റർടൈൻമെന്റിനെ കൊണ്ടുവരുമ്പോഴും എന്റർടൈൻമെന്റിനെ മുഴുവനാക്കി
കോണ്ടന്റിനെ ചെറുതാക്കാം എന്ന് ഞാൻ വിചാരിക്കുകയില്ല. കോണ്ടന്റ് ആണ് മെയിൻ. എന്റർടൈൻമെന്റ് അതിന്റെ മുകളിലുള്ള ഐസിംഗ് ആണ്. ആ ഐസിംഗ് എല്ലാത്തിലും ഉള്ളതുപോലെ ഇതിലുമുണ്ട്. ഈ കോണ്ടന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു സിനിമാറ്റിക് ആയിട്ടായിരിക്കുമല്ലോ ഈ സാധനങ്ങളൊക്കെ നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത്. അപ്പം സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സാധനം നമ്മുടെ മനസ്സിനകത്ത് വരാൻ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻ വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. എഴുത്തിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിൽ വരുന്നത് എഴുതുക എന്നുള്ളത്. അല്ല, ഇപ്പൊ റൈറ്റേഴ്സ് ഇപ്പൊ തന്നെ ഇപ്പൊ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അല്ലാതെ ഈ പറഞ്ഞ പോലെ സെൻസറിങ്, പൊളിറ്റിക്കൽ ബാക്ക്ലാഷ്, പൊളിറ്റിക്കൽ പ്രഷർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് എഴുതിയാൽ നമുക്കിതൊന്നും എഴുതാൻ പറ്റും. അപ്പൊ അതൊന്നും ഞാൻ കെയർ ചെയ്യാതെ എഴുതിയാലേ പറ്റും. അത് കെയർ ചെയ്യാതെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇതുവരെ അങ്ങനെയാണ് എഴുതിയത്. അല്ല, ഈ അടുത്ത കാലത്തും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഒക്കെ സംസാരിക്കുമ്പോൾ ലെഫ്റ്റ് കുറച്ചുകൂടെ തിയേറ്ററിലൊക്കെ പ്രഷർ ഉണ്ടാവുകയും പല സ്ഥലത്തുനിന്ന് ബാൻസ് പോലെ വരികയും പ്രഖ്യാപിക്കപ്പെടാത്ത ബാൻസ് ഒക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത് എഴുതുമ്പോൾ ഇത്തരത്തിലുള്ള സബ്ജക്ട്സ് പിടിക്കുമ്പോഴത്തേക്ക് കൈ പൊള്ളുവോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് പൊള്ളുവോ എന്ന് നമ്മൾ ചിന്തിക്കില്ലേ? പ്രൊഡ്യൂസറിനോട് സംസാരിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അത് റെഡിയായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി അത് ചെയ്യാറുമാണ്. പക്ഷെ ഞാൻ നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് കലാകാരൻ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ എപ്പോഴും പ്രതിപക്ഷത്തുള്ളതാണ്. അപ്പോൾ അത് നാച്ചുറലി അങ്ങനെ ഒരു ക്രിട്ടിക്കൽ വോയിസ് അയാളിൽ നിന്ന് ഉയരും, നല്ല സിനിമകളിൽ നിന്ന് ഉയരും. അത് കാലം അങ്ങോട്ട് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ റൈറ്റിംഗ് ഓറിയന്റഡ് ആയിട്ട് മാറുന്നൊരു സ്റ്റേജിൽ 2 ഓപ്ഷനേ ഉള്ളൊരു റൈറ്ററിന്. ഒന്നുകിൽ എഴുതാതിരിക്കാം, അല്ലെങ്കിൽ എഴുതിയിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്ന് വിചാരിച്ചിരിക്കാനേ പറ്റും. ഇപ്പൊ അതാണ് അവസ്ഥ. ഇവിടെ ഡെമോക്രാറ്റിക് കൺട്രിയിൽ ജീവിക്കുന്നതിന്റെ ഒരു പ്രിവിലേജും ക്രിയേറ്റീവ് സ്ഫിയറിൽ സത്യത്തിൽ ഇല്ല. അതിപ്പോ സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും ശരി, നാഷണൽ ലെവലിലാണെങ്കിലും ശരി. അപ്പോൾ നാഷണൽ ലെവലിൽ പല സിനിമകളും പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോഴും ഇപ്പോൾ ഓസ്കാറിൻ്റെ പോലും അയക്കുമ്പോൾ പോലും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡയാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള സിനിമകൾ ഇപ്പോൾ കൂടുതൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് വമ്പൻ പൈസ മുടക്കിയിട്ട് തന്നെ ഈ പ്രൊപ്പഗൻഡ സിനിമകൾ വരുന്നുണ്ട്. പണ്ട് കലാകാരന്മാർ കുറച്ചുകൂടെ മറ്റൊരു തരത്തിലായിരുന്നു അതിനെ ഇത് ചെയ്തിരുന്നത്. ഇപ്പോൾ ആ പൊളിറ്റിക്കൽ അജണ്ടാസിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ കൂടുന്നുണ്ട്. ഈ സ്പേസിലാണ് ഇപ്പം ഇടത് പക്ഷത്ത് നിൽക്കുന്നത്. ഇപ്പോൾ മാർക്സിയൻ കാഴ്ചപ്പാടിലൊക്കെ കലാകാരൻ എവിടെ നിൽക്കണമെന്നൊക്കെ ഉള്ളൊരു വ്യാഖ്യാനങ്ങളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടാവും. മുരളിഗോപി അത്തരത്തിൽ വായിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ്, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അവസ്ഥകളെ മറികടക്കാൻ വേണ്ടി പേന പിടിക്കേണ്ടി വരില്ലേ? വലതുപക്ഷ ചിന്താഗതി ഈ കാര്യത്തിൽ, സിനിമയെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ, ആർട്ടിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ, കാരണം ആർട്ടാണ് സംസാരിക്കുന്ന ഒരു ഡെമോക്രസിയുടെ ഒരു മുഖം. ആർട്ടും ജേർണലിസം, ഈ 2 സാധനങ്ങളെയും, ഈ 2 മുഖങ്ങളെയും, 4th എസ്റ്റേറ്റിന്റെ ഒരു 5th എസ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം സിനിമയെ. അപ്പൊ ഇതിന് 2നെയും എക്കാലത്തും വലതുപക്ഷ ടെൻഡൻസീസോടുകൂടി തന്നെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. റിച്ചാർഡ് അറ്റൻബറോ ഗാന്ധിയുടെ സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് എന്റെ ഓർമ്മയിൽ ഞാൻ വായിച്ചതനുസരിച്ച് 1960s മിഡിലാണ്. ഇത് സാങ്ഷൻ കിട്ടാൻ തന്നെ എത്ര സമയം എടുത്തത്, എത്ര സജഷൻസ് അതിനകത്ത് വന്നു അറിയാം. ആ സ്ക്രിപ്റ്റിൽ ഇത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട. ഗവൺമെന്റൽ ഇന്റർഫിയറൻസ്. ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ പറ്റൂ എന്നാണ്. അത്രയും കഴിഞ്ഞിട്ട് അത് 1978 അതിന്റെ ഷൂട്ട് തുടങ്ങുന്നത്. അത് ഒരു ദശാബ്ദ കാലം മുമ്പ് ഇന്ത്യൻ ഗവൺമെന്റിന് സമർപ്പിച്ച് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞ എല്ലാ സാധനങ്ങളും വരുത്തി ആണത് വന്നിരിക്കുന്നത്. അതിലൊരുപാട് നമ്മളൊന്ന് ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങളൊന്നും കാണുന്നില്ലല്ലോ. സുഭാഷ് ചന്ദ്രബോസ് ഇല്ലല്ലോ, അംബേദ്കർ ഇല്ലല്ലോ, ഇതൊന്നും അതിനകത്തില്ല. ആ സിനിമയ്ക്കകത്ത് ഒരുപാട് മെയിൻ ക്യാരക്ടേഴ്സ് ഇല്ല. എമർജൻസി വന്നു. എമർജൻസിയുടെ സമയത്ത് എത്ര കലാകാരന്മാർക്കാണ് ബാൻ ഉണ്ടായിരുന്നത്? കിഷോർ കുമാർ എമർജൻസിക്കെതിരെ സംസാരിച്ചപ്പോൾ കിഷോർ കുമാറിനെ AARൽ നിന്ന് ബാൻ ചെയ്തു. കിഷോർ കുമാർ സോങ്സ്, ദേവാനന്ദിന്റെ സിനിമകൾക്ക് റിലീസിനാണ് ദേവാനന്ദ് സംസാരിച്ചു. അപ്പൊ ഈ ടെൻഡൻസീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കിസ്സ ക്രിസ്റ്റിക്ക എന്നുള്ള സിനിമ കാണിക്കില്ല എന്ന്. ഓസ്കാർ നോമിനേഷൻസിന് കൊടുക്കുന്നത് ഗവൺമെന്റൽ സപ്പോർട്ടുള്ള സിനിമകൾക്ക് മാത്രമേ അന്നുള്ളൂ. ഈ സാധനങ്ങൾ ഇപ്പൊ രാജ്നീതിയെ കുറിച്ച് ഈയിടെ ഞാൻ പ്രകാശ് ഛായുടെ ഒരു ഇന്റർവ്യൂ വായിക്കരുത്. രാജ്നീതി എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോ പ്രകാശ് ഛായുടെ ഒരു ഇന്റർവ്യൂ ഇപ്പൊ ഞാൻ 2 ദിവസത്തിന് മുമ്പ് കണ്ടതാണ്. അയാൾ പറഞ്ഞിരിക്കുക, ആ ഫിലിമിന് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് കാണിക്കേണ്ടി വന്നു. അതിൽ ഡൈനാസ്റ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ, രാഷ്ട്രീയ പരമായി അത് മാറ്റണം എന്നില്ല. ഈ ടെൻഡൻസി എക്കാലത്തും ഉണ്ട്. സിനിമ ആർട്ടിലും ജേർണലിസ്റ്റിലും ഇതുണ്ട്. ഈ ഗവൺമെന്റൽ ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ സെൽഫ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു റൈറ്റ് വിങ് ആണ്, അൺഅപ്പോളജറ്റിക് റൈറ്റ് വിങ് ആണ്. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് കൂടും. ഈ ഭയങ്കരമായിട്ട് കൂടുന്നത് സെൽഫ് അക്സെപ്റ്റഡ് റൈറ്റ് വിങ് ആയതുകൊണ്ടാണ്. മറ്റേത് കവേർട്ട് റൈറ്റ് വിങ് ആണ്.
ഇത് അല്ലാത്ത പാർട്ടികൾ സംസാരിക്കുന്ന സ്ഥലങ്ങൾ, ഭരിക്കുന്ന സ്ഥലങ്ങൾ നോക്കിയാൽ അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള സിനിമകളാണ് എങ്കിൽ, അവരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിനിമകളാണെങ്കിൽ അവർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈ റൈറ്റ് വിങ് ടെൻഡൻസി തന്നെയാണ് അവരും കാണിക്കുന്നത്. അപ്പൊ എവിടെയാണ് ഈ സ്വാതന്ത്ര്യം? ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്നവർ പോലും അവരുടെ നേരെ ഒരു സാധനം വരുമ്പോൾ സ്വാതന്ത്ര്യം ഇല്ല അവർ എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പോ രക്ഷകൻ ആര് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവും രക്ഷകൻ എന്നൊരു സംഭവം അല്ലെങ്കിൽ രക്ഷ എന്നൊരു സംഭവമോ ഇല്ല. പറയാൻ പറ്റുന്നിടത്തോളം കാലം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിനപ്പുറത്ത് വരുന്നത് എന്താണെന്ന് നമുക്കറിയില്ല എന്ന് മാത്രമേ കരുതാൻ പറ്റൂ. ഇന്ത്യയിൽ ലോകമെമ്പാടും ഈ പ്രതിഭാസം ഇപ്പോൾ ഉണ്ട്, എല്ലാ സ്ഥലങ്ങളും. ഈ റൈറ്റ് കൂടുതൽ റൈറ്റിലേക്ക് പോവുകയും ലെഫ്റ്റ് ഒക്കെ റൈറ്റിലേക്ക് പോവുകയൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ലെഫ്റ്റ് എന്ന് പറയുന്ന സത്യത്തിൽ ഇപ്പോൾ ആബ്സെന്റ് ആണ്. നമ്മള് വളരെ ഓബ്വിയസ് ആയിട്ട് കാണാൻ പറ്റും. ലെഫ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ പോലും അവർ റൈറ്റ് വിങ്ങേഴ്സ് ആണ് ശരിക്കും. അപ്പം ഈ സാഹചര്യത്തിൽ നമ്മൾ പണ്ടൊക്കെ വിശ്വസിച്ചിരുന്നത് ഒരു വിപ്ലവം വരും എന്നൊക്കെയാണ്. അതല്ലേ ONV സാർ എഴുതിയത്, ഒന്നണയാത്ത വസന്തം മണ്ണിന്റെ പാഴ്ക്കിനാവല്ലേ നേരത്തെ പറഞ്ഞു. നമ്മളത് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ നമ്മളത് ജനാധിപത്യപരമായി എങ്ങനെയാണ് അത് നിർമ്മിക്കേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലെഫ്റ്റിൽ തന്നെ ലെഫ്റ്റോ ഇല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഉള്ള റൈറ്റ് വിങ്സിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അത് അവർ റൈറ്റ് ആണെന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലാത്ത ലെഫ്റ്റിലേക്ക് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കൂടുതൽ വിമർശിക്കുമ്പോൾ നമ്മൾ ഈ റൈറ്റ് അങ്ങ് രക്ഷപ്പെട്ടു പോവാണ് എന്നാണ് ശക്തിപ്പെടുമ്പോൾ കമ്പാരിറ്റീവ്ലി ലെഫ്റ്റ് ആയ പോരാ, പ്യൂർലി ലെഫ്റ്റ് ആവും. റൈറ്റ് വിങ് ശക്തിപ്പെടുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭേദമാണ് ലെഫ്റ്റ് എന്ന് പറയുന്ന ലെഫ്റ്റിന്റെ വിജയമല്ല, റിയൽ സ്ട്രോങ് ലെഫ്റ്റ് ആണ് ആവശ്യം. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതാണ് പരിഹാരം. മാത്രമല്ല ഭാരതത്തിൽ വലിയ ഡിസ്പാരിറ്റി ഉണ്ട് ഇപ്പോഴും. ഈ ഐഡിയൽ എന്താ പറയുന്ന ഒരു ക്ലാസിക് മാർക്സിയൻ സിറ്റുവേഷൻ ഉണ്ട്, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പറയുന്ന ഇന്ത്യയിലുണ്ട്. അപ്പൊ ലെഫ്റ്റിന് പ്രസക്തി ഇന്ത്യയിലുണ്ട്. എവിടെയെല്ലാം ഈ അസന്തുലിത അവസ്ഥയുണ്ട് അവിടെയൊക്കെ റിയൽ ലെഫ്റ്റ് ഉണ്ട്. അപ്പൊ ആ ലെഫ്റ്റ് കമ്പാരിറ്റീവ്ലി റൈറ്റ് വിങ് റൈറ്റ് വിങ് ടെൻഡൻസീസ് കുറവാണ്, കമ്പാരിറ്റീവ്ലി നല്ലതാണ്. കമ്പാരിറ്റീവ്ലി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ കറപ്ഷൻ ആരംഭിച്ചു. അത്രേ ഉള്ളൂ. ഇതിന്റെ ഒപ്റ്റിമത്തിൽ വിപ്ലവം സംഭവിക്കുമോ? തമാശക്ക് ചോദിച്ചു. അങ്ങനെയാണല്ലോ നമ്മൾ പറയാറുള്ളത്. വിപ്ലവം ഇതിപ്പോ നമ്മളല്ലേ എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര എക്സ്ട്രീമിസ്റ്റ് ഫോഴ്സസ് ശക്തി പ്രാപിക്കുന്ന സ്ഥലങ്ങളിൽ സമയത്ത് എല്ലാം ഒരു വലിയ കോൺഫ്ലിക്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ആർക്കായാലും. ഈ കൈതേരി സഹദേവനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാനറിസംസ് ഒക്കെ രസമായിട്ട് ചെയ്തൊരു ആക്ടറാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അയാളെ ഇങ്ങനെ നമ്മൾ നിർമ്മിച്ചെടുക്കുമ്പോൾ എന്തായാലും ഇവിടുത്തെ സോക്കോൾഡ് പരിസരങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ നിർമ്മിക്കുന്നത്. നിർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു ബിംബം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അതേ കുറേ ബിംബങ്ങൾ ചേർത്ത് വെച്ചാണോ എന്നും എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ റിസംബ്ലൻസ് നമ്മൾ സംസാരിച്ച് പോയിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ടോ? ഒരാവശ്യമില്ല. കാരണം അതിന് മുമ്പും സിനിമയിൽ ഇഷ്ടംപോലെ ക്ലാസിക് സിനിമകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മനഃപൂർവ്വം ഒരു സാധനം എന്നുള്ളതല്ല, അതൊരു ഒരു സ്റ്റാലിനിസ്റ്റിക് ടെൻഡൻസി കാണിക്കുന്ന ഒരു ലീഡറിനെ റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. അതിനൊരു സ്ലാങ് കൊടുത്തേ ഉള്ളൂ. അതിന്റെ മൊത്തം ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ മധ്യ കേരളത്തിൽ നിന്നാണ് റോയ്, ഏറ്റവും തെക്കിൽ നിന്നാണ് ജയൻ, നോർത്ത് കേരളയിൽ നിന്നാണ് കൈതേരി സഹദേവൻ എന്നുള്ളൊരു 3 ഡിവിഷൻസിലാണ് അത് പറഞ്ഞിരിക്കുന്നത്, മൊത്തം റെപ്രസെന്റേറ്റീവ് ആയിട്ട്. ആ രീതിയിലുള്ള റെപ്രസെന്റേഷൻ അതിനുണ്ട്. തീർച്ചയായും വലിയ കുഴപ്പമില്ലായിരുന്നു. അല്ല, അത് എന്തിനാണ് ശഠിക്കുന്നത്? അതിന് എവിടെയാണ് റെപ്രസെന്റേഷൻ, മിററിംഗ് എവിടെയാണ് ഉള്ളത്? എവിടെയാണ് ആ മൂവ്മെന്റ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്? എവിടെയാണ്? നോർത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരു മിററിംഗ് റെപ്രസെന്റേഷൻ തെറ്റിക്കും, അങ്ങനെ ഒരു മിററിംഗ് കൊടുത്താൽ. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ മിററിംഗും പൊളിറ്റിക്കൽ മിററിംഗും അതിലുണ്ട്. അതില്ലാതെ ഒരു സിനിമയില്ല. ഗ്രേറ്റ് ഡിക്റ്റേറ്ററിൽ ചാപ്ലിൻ എന്താ ചെയ്തത്? ചാപ്ലിൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മള് അത് അങ്ങനെ ഒരു സാമ്യം ആരോടെങ്കിലും എന്തിനോടെങ്കിലും തോന്നിയെങ്കിൽ അത് പ്രേക്ഷകന്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ കയറി ഞാനിത് ഇന്നാരാണെന്നോ മറ്റാളാണെന്നോ പറയുന്നു, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ കഥാപാത്രത്തിൽ ഒരുപാട് പേരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സും അതിൽ മിശ്രിതമായിട്ടുണ്ട്. അതിൽ ലെനിന്റെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലെനിന്റെ ആസ്പെക്ട്സ് ഉണ്ട്, ലെനിന്റെ ചൈൽഡ്ഹുഡിന്റെ ആസ്പെക്ട്സ് ഉണ്ട്. അലക്സി എന്ന് പറയുന്ന ബ്രദറിനെ ലൂസ് ചെയ്തപ്പോൾ ഉള്ള ലെനിന്റെ റിയാക്ഷൻസ് അതെല്ലാം വന്നിട്ടുണ്ട്. അത് ആ ഒരു ക്യാരക്ടറിൽ മാത്രമല്ല, അതിലെ എല്ലാ ക്യാരക്ടേഴ്സിനും ഞാൻ കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതായ ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ മിക്സ് ഉണ്ടായിരുന്നു. മിക്സ് ആണ് ഒരു ക്യാരക്ടർ സ്ക്രീനിൽ. സിൻസ് ഇറ്റ് ഈസ് നോട്ട് എ ഡോക്യുമെന്ററി, എനിക്ക് ഐ ഹാവ് നോ ഡ്യൂട്ടി ടു എക്സ്പ്ലെയിൻ ഹൂ ഇസ് ഹൂ.
നമ്മളൊരു ഡോക്യുമെന്ററിയാണ് എടുത്തെന്ന് നോക്കിയ ഞാൻ ഈ ചോദ്യത്തിന് വ്യക്തമായിട്ട് ഉത്തരം പറയണ്ടേ? ഇതൊരു ഫിക്ഷണൽ വർക്കല്ലേ, നമ്മൾ എഴുതി കാണിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഈ അടുത്ത കാലത്തിൽ RSSനെ ഒരു നന്മയുടെ രൂപമായിട്ട് പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അങ്ങനെ കാണിച്ചിട്ടില്ല. ന്യൂട്രൽ പ്രസൻസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നന്മയുടെ രൂപമായിട്ടൊന്നും ഒരിക്കലും കാണിച്ചിട്ടില്ല. റെപ്രസെന്റേഷൻ ഉണ്ട്, അത് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു RSS ശാഖ സിനിമയിൽ കാണിക്കുന്നത് ഈ അടുത്ത കാലത്ത്. അന്ന് RSS ശാഖ സിനിമയെ കാണിച്ചത് എന്തിനാണെന്നായിരുന്നു എൻ്റെ ഒരു ചോദ്യം. അത് തന്നെ ഒരു അൺഡെമോക്രാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് കാണിച്ചത്, എന്തിനാണ് കാണിച്ചതെന്നാണ് ഞാൻ പറഞ്ഞു. ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്, ഇതെന്താ ഒരിടത്തും കാണാത്തത്, സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. അപ്പൊ ഉടനെ അവരുടെ ടെൻഡൻസി എന്ന് പറയുന്നത് താങ്കളൊരു RSS കാരനായതുകൊണ്ടാണ് അത് കാണിച്ചതെന്നാണ്. അങ്ങനെ പറയുന്നവരോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. അതെടുക്കേണ്ടതില്ല. അതെ, ബ്രേവ് ആയിട്ടുള്ള ഒരു ഡെപിക്ഷൻ ആണത്, കൺസിഡറിങ് ദ സിറ്റുവേഷൻ. അത് ഞാൻ ഒട്ടും ബ്രേവറി ആവശ്യമില്ലാത്ത, അത് നേരത്തെ വരേണ്ടിയിരുന്ന, അതൊന്നും കാണിക്കാതെ ഞാനാണത് കാണിച്ചത് എന്ന് പറയുന്നതിൽ ഒരു കുറ്റം കൊള്ളുന്നതും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ ഈ വിമർശനങ്ങളെ എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു സംഭവം ഉടനെ അത് വളരെ നാരോ ആയിട്ട് പൊളിറ്റിക്സിനെ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വിമർശനം വരുന്നത്. അങ്ങനെ കാണിച്ചാൽ അത് സംഘരാഷ്ട്രീയത്തിന്റെ ഭക്താവാണെന്നൊക്കെ പറയുന്നതിനോട് ഒരു ഉത്തരവില്ല. അത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ചില കാര്യങ്ങളാണ്. അത് നമുക്ക് വിടാം. കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ആക്കിയാലേ. എമ്പുരാനെ എന്ന് പറയുന്ന സോങ്ങില്ലേ, അതൊന്ന് രണ്ടുപേരി പാടും. താരേ തീയെ നെഞ്ചിൽ കത്തും കാവൽ നാളമേ, ഈയാളും കാറ്റിൻ കണ്ണിൽ വാഴും മായാമന്ത്രമേ, മാരിപ്പേയെ കാണാ കടലേ ആഴിപ്പിരനീയെ, നീരുളിൻ വാനിൽ നീറും നീരാ സൂര്യനേ, എതിരിയായിരം എരിയും മാനിടം, അതിരിടങ്ങളോ അടർക്കണം, തേടുന്നു നോറ്റുന്നു കാക്കുന്നു വാഴ്ത്തുന്നു താരാധിപന്മാർ നിന്നെ, എമ്പുരാനേ എമ്പുരാനേ എമ്പുരാനേ. അത് സ്വയം ആസ്വദിക്കാൻ പറ്റുമല്ലേ ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ പാട്ടൊക്കെ നമുക്ക് എന്താ പറയണ്ട, ട്രെയിൻ സിംഗർ അല്ലാത്തതുകൊണ്ട് പാടുന്നത് സ്വന്തമായിട്ടൊരു ആസ്വാദനം കൂടെയാണ്. അച്ഛനെ കുറിച്ച് കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പോൾ അതുല്യനായ ഒരു കലാകാരനാണ്. ഒരുപക്ഷെ ചില ക്യാരക്ടേഴ്സൊക്കെ കാണുന്ന സമയത്ത് നമുക്കിനി അത് പകരം മാറ്റി വെക്കാൻ പറ്റില്ല. നമ്മുടെ മൈൻഡിൽ അങ്ങ് സെറ്റായിപ്പോയി. ചില ആക്ഷൻസ്, ചില മൂവ്മെൻറ്റ്സ്, ചില ശബ്ദങ്ങൾ ഒക്കെ ഉള്ളിലുണ്ട്. ഇപ്പം ഭരത് ഗോപി എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ചില ശബ്ദങ്ങളൊക്കെ വരും. അത് ഭയങ്കര രസമാണ്. അത് നമ്മളൊരു കാലഘട്ടത്തെ രണ്ടാമത് റീവിസിറ്റ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഭംഗി കൂടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് അച്ഛനെ നോക്കിക്കാണുന്നത്? അച്ഛൻ എൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ഇൻസ്പിറേഷനാണ്. ആസ് എൻ ആർട്ടിസ്റ്റ് അച്ഛൻ പകർന്നു തന്നിട്ടുള്ള, പറയാതെ പകർന്നു തന്നിട്ടുള്ള വർക്കിനോടുള്ള അപ്രോച്ച്, വർക്കിനോടുള്ള ഫോക്കസ്, ഇതെല്ലാം എന്നെ ഇൻസ്പയറിങ് ഫാക്ടേഴ്സാണ്. എന്റെ അൾട്ടിമേറ്റ് ഇൻസ്പിറേഷനാണ് അച്ഛൻ ആസ് എൻ ആർട്ടിസ്റ്റ്. പടങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ യവനികയൊക്കെ റീവാച്ച് ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് മനസ്സിൽ? പ്രൗഡ് എന്നുള്ളതല്ല, ഞാനൊരു സ്റ്റുഡന്റ് ആണ്, ഞാനൊരു ശിഷ്യനാണ് ആയിട്ടാണ് കാണുന്നത്. ഞാനൊരു ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ആക്ടർ ആരെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ പേര്. അത് കേട്ട് തന്നെ നമുക്ക് നിർത്താം. അപ്പോൾ കനകരാജും നല്ല രീതിയിൽ സക്സസ് ആവട്ടെ, കൂടുതൽ നല്ല പടങ്ങൾ വരട്ടെ. എമ്പുരാൻ വരാനിരിക്കുന്നു, അത് നമുക്ക് പിന്നെ സംസാരിക്കാൻ വിചാരിച്ചു. നന്ദിയുണ്ട്. താങ്ക് യു.